ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാവേരി ആകെ വിഷമിച്ചുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും കയറി ചെല്ലുന്നത്. അപ്പോൾ SI ചാരുലത ചോദിക്കുന്നുണ്ട്, എന്താടോ തൻ്റെ മുഖത്ത് തീരെ വോൾട്ടേജ് ഇല്ലല്ലോ എന്ന് പറയാം. അത് പിന്നെ മേഡം, സന്തോഷിക്കാനുള്ള എന്താ എൻ്റെ ജീവിതത്തിലുള്ളത്? എത്രയേറെ പ്രതീക്ഷയോട് കൂടിയാ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നതെന്നറിയാവോ? പക്ഷേ അതെല്ലാം അവസാനിച്ചില്ലേ? അതുമാത്രോ, എൻ്റെ അമ്മ എത്ര തവണ എന്നോട് പറഞ്ഞതാണെന്നറിയാവോ? ജയപാലന് ജയിക്കാനൊന്നും നമ്മളെക്കൊണ്ട് സാധിക്കില്ല. നേർവഴി മാത്രം കാണിച്ച എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ കുരുട്ടുബുദ്ധിയോ കുതികാൽ വെട്ടോ ഒന്നും എനിക്ക് മനസ്സിലാകത്തില്ല മേഡം. അയാള് ഇങ്ങനൊരു ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അത് കേൾക്കുന്ന ചാരുലത മേഡം പറയും, നീ പിന്നെ എന്താ കാവേരി കരുതിയിരുന്നത്? ഞാൻ വിചാരിച്ചതിലും അധികം ക്രൂരനായ ഒരു വ്യക്തിയാണ് ജയപാലൻ. അയാളുടെ ജയത്തിന് വേണ്ടി അയാൾ ഏതറ്റം വരെയും പോകും. നിന്നെപ്പോലൊരു പെൺകുട്ടിയൊക്കെ ജയിക്കുക എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ചത് നിസ്സാരമായിട്ടൊരു കാര്യം മാത്രമാണ് എന്ന് പറയാണ്. താനിങ്ങനെ വറീഡാവാതെടോ. താൻ ഇങ്ങനെ പ്രതീക്ഷ അറ്റ് നിൽക്കുന്നത് കാണുമ്പം എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരുന്നുണ്ട്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് പരിചയപ്പെട്ട വ്യക്തിയല്ലേ താന്. അങ്ങനെയുള്ളപ്പം എനിക്ക് താൻ സ്പെഷ്യലാടോ എന്ന് പറയണം. ഇങ്ങനെ നിരാശയോട് കൂടി നിൽക്കേണ്ട യാതൊരു കാര്യമില്ല, നമുക്കെല്ലാം റെഡിയാക്കാം എന്ന് വീണ്ടും പ്രതീക്ഷ കൊടുക്കുക. എന്തിനാ മേഡം ഇങ്ങനെ സംസാരിക്കുന്നത്? വീണ്ടും എനിക്ക് പ്രതീക്ഷ തരുന്നത് എന്ന് അപ്പോൾ കാവേരി ചോദിക്കുക. എൻ്റെ അനീത്തിയുടെ ഓപ്പറേഷൻ നടത്താനുള്ള പണത്തിന് പോലും ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അത്രയും സാമ്പത്തികമുള്ള വീട്ടിലൊന്നും അല്ല ഞങ്ങൾ. ഇനിയിപ്പോൾ എവിടുന്ന് കാശുണ്ടാക്കുമെന്ന് അറിയില്ല എന്ന് പറയാം. എന്തായാലും ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ പോകുക എന്ന് വീണ്ടും കാവേരി പറയാം. താൻ ഇങ്ങനെ സംസാരിക്കലേടോ, ഒരു പ്രതീക്ഷയോട് കൂടി വേണ്ടേ മുന്നോട്ട് ജീവിക്കാൻ. പിന്നെ തനിക്ക് ഞാൻ സന്തോഷം തരുന്ന ഒരു സമ്മാനം തരട്ടെ എന്ന് ചോദിക്കാം. എന്താ മേഡം, മേഡം എനിക്ക് സമ്മാനം തരാനോ എന്ന് കാവേരി അപ്പോൾ പറയണേ. പെട്ടെന്ന് ഒരു പൊതി എടുത്ത് കാവേരിയുടെ കയ്യിലേക്ക് കൊടുക്കാം. എന്താ മേഡം ഇത്? തൻ്റെ അച്ഛൻ്റെ ഡയറിയും ഫോണുമാണ് നഷ്ടപ്പെട്ടെന്ന് താൻ കരുതിയത്. താനിത് എവിടെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ചോദിക്കാം. ഞാനിതെൻ്റെ സ്കൂട്ടിൽ വെച്ചിരുന്നതാ മേഡം. താൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സ്കൂട്ടി എവിടെയെങ്കിലും നിർത്തിയിരുന്നോ? അത് പിന്നെ വിനീതേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടി വിനീതേട്ടൻ്റെ കടയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടിരുന്നു. അപ്പം വണ്ടി ലോക്ക് ചെയ്യാതെ ആണല്ലേ പോയത് എന്ന് പറയാം. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല മേഡം എന്ന് പറയാം. പെട്ടെന്ന് നമ്മുടെ കാവേരിയുടെ ബാഗ് അടിച്ചു മാറ്റി ആളെ അങ്ങോട്ട് കൊണ്ടുപോവാ. ഇയാളെ തനിക്ക് ഓർമ്മയുണ്ടോ? ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ, വിനീതേട്ടനെ വിളിക്കാനായിട്ട് ഞാൻ ചെന്നപ്പം ഇയാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്ന് കാവേരി അപ്പം പറയാണ്. ഇയാൾ മറ്റാരും അല്ല, ജയപാലൻ ഏൽപ്പിച്ചിരുന്ന വ്യക്തിയാ. തൻ്റെ കയ്യിൽ നിന്ന് തെളിവുകൾ മോഷ്ടിക്കാൻ കൂലിക്ക് ജയപാലൻ എടുത്തത് ഇവനെ. തൻ്റെ കയ്യിൽ തെളിവുകൾ മാത്രം മോഷ്ടിക്കാനാ ജയപാലൻ ഇവനെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവൻ ഒരു അതിബുദ്ധി കൂടി കാണിച്ചു. ആ വഴിക്ക് വന്ന ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചു, അതും സ്വർണ്ണമാല. ആ കേസായി. അങ്ങനെ ഇവനെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തപ്പോഴാ ഈ തൊണ്ടി മുതൽ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. ജയപാലന്റെ കയ്യിൽ കൊണ്ട് ഈ തെളിവുകൾ കൊടുക്കാനുള്ള സാവകാശം ഇവന് ലഭിച്ചില്ല എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും കാവേരിയുടെ കണ്ണ് നിറയാ. താനിങ്ങനെ സങ്കടപ്പെടല്ലേടോ, സന്തോഷമുള്ളൊരു വാർത്തയല്ലേ ഞാൻ തന്നെ അറിയിച്ചത് എന്ന് പറയാം. ഇനി ഇത് ലഭിച്ചാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ മേഡം എന്ന് അപ്പോൾ പറയണ്. താനിങ്ങനെ വറീഡാവാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ചാരുലത മേഡം നമ്മുടെ നിവിൻ്റെയും രാഗിണിയുടെയും കല്യാണക്കുറി എടുക്കുക. തന്നെ കല്യാണം ക്ഷണിച്ചിട്ടുണ്ടോ? എനിക്കുണ്ട് ഒരു ക്ഷണം. നാളെ ജയപാലന്റെ മകളുടെ കല്യാണമല്ലേ, അന്ന് ഈ നാട്ടുകാർ മുഴുവനും ഉണ്ടാക്കും. അയാളുടെ മുഖംമൂടി വലിച്ചു കീറി ഈ നാട്ടുകാരെ കാണിക്കാൻ പറ്റിയ ഒരു ദിവസം തന്നെ അത്. നമുക്ക് അന്ന് ഈ തെളിവുകളെല്ലാമായിട്ട് പോകാടോ. ശിവരാമേട്ടനും അതുപോലെ ആ ബാങ്കിലെ മാനേജരും ഒക്കെ സഹായിക്കാൻ ഏറ്റിരുന്നതാ. പക്ഷെ ജയപാലൻ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നേ എന്ന് അപ്പോൾ കാവേരി പറയണ. അവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, താൻ ടെൻഷൻ ആവണ്ട. തനിക്ക് അവകാശപ്പെട്ട പണം അത് ഞാൻ മേടിച്ചു തരുന്ന കാര്യം ഞാൻ ഏറ്റു, പോരെ എന്ന് പറയാം. അത് കേൾക്കുമ്പം കാവേരിയുടെ കണ്ണൊക്കെ നിറയാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല മേഡം എന്ന് പറയാം. പെട്ടെന്ന് ചാരുലത മേഡം പറയും, താനങ്ങനെ നന്ദിയൊന്നും പറയണ്ട, ഇതെൻ്റെ ഡ്യൂട്ടി അല്ലേ. നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പോലീസുകാരി എന്ന എൻ്റെ ഡ്യൂട്ടി. തനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം താൻ സമാധാനത്തോടു കൂടി വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക് എന്ന് പറയണേ. ഇതേ സമയം നമ്മുടെ വിനീതാണെങ്കിൽ ഗംഗയോട് സംസാരിക്കുകയാണ്. അപ്പം താൻ പോകാൻ തന്നെ തീരുമാനിച്ചോ എന്ന് വീണ്ടും ചോദിക്കുക. അതെ, വിനീതേട്ടൻ ഈ നാടും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ. പക്ഷെ എനിക്കങ്ങനെ നാടും വീടും വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ അനീതിയുടെ ഓപ്പറേഷൻ നടത്തണം, അതിന് അവളെ തനിയെ അയക്കാൻ പറ്റില്ലല്ലോ. ഞാൻ പോകുന്നുണ്ട് എന്ന് നമ്മുടെ ഗംഗ തീർത്ത് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഇതല്ലേലും ഗംഗയുടെ കുഴപ്പം, എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴങ്ങ് പിണങ്ങും എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം നമ്മുടെ വിനീത് അതിന് ശേഷം കടയിലേക്ക് ചെല്ലുകയാണ്. അപ്പം
വിനീത് പോകുന്നതിന്റെ സങ്കടം നമ്മുടെ സലിമിക്കും ബേബി ചേട്ടനും ഒക്കെ ഉണ്ട്. എടാ, ആ നാട്ടിൽ പോയി നീ വലിയൊരു മനുഷ്യനായി തിരിച്ചു വരണം. അവിടെ നിന്റെ ഈ ജോലിക്ക് നല്ല ശമ്പളം കിട്ടും, മനസ്സിലാകുന്നുണ്ടോടാ എന്ന് ബേബി ചേട്ടൻ പറയാ. നിന്റെ ഉയർച്ച കാണുന്നതാ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം. അപ്പൊ സലിമിക്ക് നല്ല സങ്കടമുണ്ട് വിനീത് പോകുന്നതില്. അപ്പൊ അവർക്ക് താമസിക്കാനുള്ള വീടൊക്കെ വിനീത് റെഡിയാക്കുന്നുണ്ട്. അപ്പൊ സലിമിക്ക വഴിയല്ല, ബേബി ചേട്ടൻ വഴിയാണ് ഒരു വീട് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ ബേബി ചേട്ടൻ പറയും, എടാ 10,000 രൂപ അഡ്വാൻസ് കൊടുക്കണമെന്നാ അയാൾ എന്നെ ഇന്ന് വിളിച്ചു പറഞ്ഞിരുന്നത്. നീ കാശിങ് തരുവാണെങ്കിൽ ഞാനത് കൊടുത്തേക്കാം. ദേ, നാളെ ഞങ്ങൾ ചെല്ലുമെന്നൊക്കെ ബേബി ചേട്ടൻ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കാം. ഉണ്ടടാ, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ നാളെ അങ്ങോട്ട് ചെന്നാൽ മതി എന്ന് അപ്പൊ ബേബി ചേട്ടൻ പറയാം. അപ്പൊ സലിമിക്ക പറയും, നിങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ, ഞാൻ ഇപ്പൊ വരാം എന്നും പറഞ്ഞ് താഴോട്ട് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോഴാണ് നിവിൻ അങ്ങോട്ട് കയറി വരുന്ന കാണുന്നത്. നിവിനെ കാണുന്ന സലിമിക്ക പറയും, നിവിനെ, നീ ഇനി അങ്ങോട്ട് കയറി പോകണ്ട, വിനീതുമായിട്ടൊരു കൂടിക്കാഴ്ച അത് ശരിയാകില്ല. നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്നൊന്നും എന്നോട് വിനീത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനും മനുഷ്യൻ തന്നെ അല്ലേടാ, ഇവിടെ നിങ്ങളുടെയൊക്കെ മുന്നിൽ തന്നെ അല്ലേ, കാര്യങ്ങളൊക്കെ എനിക്ക് ഏകദേശം മനസ്സിലാകുന്നുണ്ട്. എടാ, വിനീത് ഒരു നാട്ടിൻപുറത്തുകാരനാ. അവൻ ഈ വീടും നാടും അതുപോലെ അരവിന്ദേട്ടന്റെ കുടുംബവും ആ മക്കളും ഒക്കെയാ ലോകം. അതിനപ്പുറം ഒന്നുമില്ല. അരവിന്ദേട്ടന്റെ മക്കൾക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറായി നടക്കുന്നവനാ വിനീത്. അങ്ങനെയുള്ള അവന്റെ മുന്നിൽ നിന്റെ ചതി അവൻ ഒരിക്കലും സഹിക്കാനായിട്ട് സാധിക്കില്ലടാ എന്ന് പറയാം. അത് കേൾക്കുന്ന നിവിൻ പറയും, സലിംക്ക് കൂടി ഇങ്ങനെ തുടങ്ങല്ലേ, ഞാൻ അവനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ, ഞാൻ പറഞ്ഞ അവന് മനസ്സിലാകില്ലേ എന്ന് പറയാം. എടാ, എനിക്ക് മനസ്സിലാകുന്ന അത്ര പോലും അവന് മനസ്സിലാക്കാൻ പോകുന്നില്ല. അവന്റെ കൺമുന്നിൽ ഇപ്പം ആ മക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നീ കൂടുതലായിട്ട് ഒന്നും പറയാനായിട്ട് നിൽക്കണ്ട. നാളെ നിന്റെ കല്യാണമല്ലേ, നാളെ വിനീതും കുടുംബവും ഇവിടുന്ന് പോവുകയാ. രണ്ടുപേരും നല്ല രീതിയിൽ പിരിയുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കാം. അപ്പം നിവിൻ അതൊരു പുതിയ വാർത്തയാണ് കേട്ടോ. ഞെട്ടിത്തെറിച്ച് നിൽക്കുക. എന്താ സലിമൊക്കെ പറഞ്ഞത്, വിനീതൊക്കെ ഇവിടുന്ന് പോവാണെന്നോ? ആ ഇളയ കൊച്ചില്ലേ നീള, അതിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി തിരുവനന്തപുരത്തേക്ക് താമസം മാറുക. ഇനി സ്ഥിരമായിട്ട് അവിടെ താമസിക്കണമെന്നാ അവർക്ക്, തിരിച്ച് ഈ നാട്ടിലേക്കില്ലെന്നാ. അല്ലെങ്കിലും ഈ നാട്ടിൽ അവർക്ക് നല്ലതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അരവിന്ദേട്ടന്റെ മരണശേഷം എന്തുമാത്രം ആ കുടുംബം അനുഭവിച്ചു. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ, നീ ഇനി അവരുടെ പിന്നാലെ പോകണ്ട, അതല്ലേ നല്ലത് എന്ന് നമ്മുടെ സലിമിക്ക നിവിനോട് പറയാണ്. അത് കേൾക്കുമ്പോൾ നിവിന് ആകെ പ്രതീക്ഷയറ്റതുപോലെ തിരിച്ചു പോവാണ് കേട്ടോ. കാവേരിയോട് ഇതുവരെയും തന്റെ പ്രണയം പറയാനായിട്ട് തനിക്ക് സാധിച്ചില്ല, ഇനിയൊട്ട് അവസരം ഉണ്ടാവുകയുമില്ല. എത്രയും വേഗം തന്റെ മനസ്സ് കാവേരി അറിയിക്കണമെന്ന് തന്നെ നിവിൻ ചിന്തിക്കുകയാണ്. ഇതേസമയം വീട്ടിലെ എല്ലാവരും സാധനങ്ങളൊക്കെ പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചാരുലത മേഡം തെളിവ് തന്ന കാര്യങ്ങളൊന്നും ഇതുവരെയും കാവേരി വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോ സാധനങ്ങൾ പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യമുന പെട്ടെന്ന് നിരാശയോട് കൂടി ചോദിക്കും, എന്നെയെങ്കിലും ഈ നാട്ടിലാക്കിയിട്ട് നിങ്ങൾക്ക് പോകായിരുന്നു എന്ന്. അത് കേൾക്കുന്ന ശാരദ ചോദിക്കും, നിന്നെ എവിടെ ആക്കിയിട്ട് പോകാനാ, ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്നപ്പോൾ പോലും ആ വിശാലുണ്ടാക്കിയ പ്രശ്നമൊക്കെ നീ മറന്നുപോയോ? ഞാൻ ഹോസ്റ്റലിൽ നിന്നേനല്ലോ. നീ തനിയെ ഈ നാട്ടിൽ ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ ഇനി അത് കൂടുതൽ പ്രശ്നമാകത്തല്ലേ ഉള്ളൂ. ആ ജയപാലൻ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ട് ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് എന്ന് ശാരദ പറയാണ്. അപ്പൊ പെട്ടെന്ന് കാവേരി ചോദിക്കും, പണ്ട് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടേലും പോയാൽ മതി എന്നായിരുന്നല്ലോ നിനക്ക്. അത് പിന്നെ ചേച്ചി, എന്റെ കോളേജ് ഫ്രണ്ട്സ് അതൊക്കെ ഇവിടെ അല്ലേ എന്ന് പറയാം. അന്ന് വിശാല പ്രശ്നം ഉണ്ടാക്കിയ ശേഷം കോളേജിലും പോകണ്ട, ഫ്രണ്ട്സും അങ്ങനെയും കാണണ്ട എന്നും പറഞ്ഞ് വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കുമായിരുന്നല്ലോ നീ. എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി മാറ്റം എന്ന് ചോദിക്കാം. അപ്പൊ പെട്ടെന്ന് യമുന മനസ്സിൽ പറയാം, ഇപ്പോഴല്ലേ നിവിൻ ചേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വന്നത്. നിവിനേട്ടൻ ഇല്ലാത്തൊരു ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നിവിനേട്ടിൽ നിന്നും അകന്ന് വേറൊരു നാട്ടിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെന്നെ സംബന്ധിച്ച് ഒരുപാട് വേദന നൽകുന്നതാ എന്ന് യമുന മനസ്സിൽ പറയാം. അപ്പൊ ശാരദ പറയും, എന്താടി നീ ഇത്ര ആലോചിച്ചു കൂട്ടുന്നത്, എല്ലാവരും കൂടി പോകണം, ഈ നാട്ടില് എന്താ ഉള്ളത്. പെട്ടെന്ന് നമ്മുടെ രാധമ്മ അങ്ങോട്ട് വരികയാണ് കേട്ടോ. ദേ, എന്റെ സാധനങ്ങളൊക്കെ ഞാൻ പായ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പൊ കാവേരി പറയും, രാധമ്മ ഇവിടെ ഇരിക്കുക, ഞങ്ങൾ രാധമ്മയുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചോളാം എന്ന് പറയണേ. പെട്ടെന്ന് ശാരദ പറയും, ഈ നാട്ടിൽ നിന്ന് പോകാൻ ഏറ്റവും സങ്കടം അമ്മയ്ക്കായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇതിപ്പം സാധനങ്ങളൊക്കെ ആദ്യം പായ്ക്ക് ചെയ്ത് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നത് അമ്മയാണല്ലോ എന്ന് പറയാം. അത് കേൾക്കുന്ന നമ്മുടെ രാധ പറയാണ്, ഈ നാടിനോടുള്ള എല്ലാ സ്നേഹവും എൻ്റെ മനസ്സിൽ മരിച്ചു മോളെ. എൻ്റെ അരവിന്ദ് മരിച്ചതോടുകൂടി ഈ നാടും എനിക്ക് വെറുത്തു. ഈ നാടും വീടും ഒക്കെ എനിക്കിപ്പം ഒരു പ്പിക്കുന്ന ഓർമ്മകളാ. എന്താ നമുക്കിവിടെ നല്ലതുണ്ടായിട്ടുള്ളത്, എന്തെങ്കിലും നല്ലത് നമുക്ക് സംഭവിച്ചോ എന്ന് രാധമ്മ ചോദിക്കുക. പെട്ടെന്ന്
നമ്മുടെ രാധമ്മ പറയും, വിനീതന് നല്ല സങ്കടം കാണുമല്ലേ? അതെ, വിനീതേട്ടന് സങ്കടമാ എന്ന് ഗംഗ അങ്ങോട്ട് വന്നു പറയാണ് കേട്ടോ. അപ്പം നിള പറയും, ഞാനും എൻ്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയണേ. അവന് സങ്കടം കാണും, ഈ നാടിനോട് അവൻ അത്രയധികം സ്നേഹമുള്ളതല്ലേ എന്ന് പറയാം. പെട്ടെന്ന് യമുന പറയും, വിനീതേട്ടന് മാത്രമേ മനസ്സിൽ ഇത്ര നന്മയുള്ളൂ. ജനിച്ചു വളർന്ന നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് പോകാൻ നിങ്ങൾക്ക് ആർക്കും ഒരു മനസാക്ഷി കുത്തും ഇല്ലല്ലോ എന്ന് പറയണേ. പെട്ടെന്ന് ശാരദ പറയും, ഈ നാട്ടില് എനിക്ക് കാത്തിരിക്കാൻ എൻ്റെ അരവിന്ദേട്ടനുണ്ടായിരുന്നു. 5-6 വർഷം കൂടുമ്പോഴാ അരവിന്ദേട്ടൻ നാട്ടിലേക്ക് വരിക. ചിലപ്പം വിളിച്ച് നേരത്തെ പറയും, എനിക്ക് ലീവ് കിട്ടി, ഞാൻ വരുവാണെന്ന്. ചിലപ്പോൾ ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാകും വീട്ടിലേക്ക് കയറി വരുന്നേ. ഈ വാതിക്കൽ നിന്നിട്ടൊരു വിളിയാ, ശാരദയെന്ന് നീട്ടി. ആ വിളി കേൾക്കുമ്പം 5 വർഷത്തെ എൻ്റെ വിരഹവാ അവിടെ അവസാനിക്കുക. ഞാൻ ഓടിപ്പോയി എൻ്റെ അരവിന്ദേട്ടൻ്റെ നെഞ്ചിലേക്ക് ചായും. പിന്നെ ഈ വീട്ടിലൊരു ഉത്സവമാ, പാട്ടും മേളവും ടേപ്പ് റെക്കോർഡും ഒക്കെ വെച്ച് വലിയ ഗാനമേള പോലെയാ. ചിലപ്പം നാട്ടുകാർ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോന്ന്. ആ രീതിയിൽ ആഘോഷങ്ങളാ. അങ്ങനെ 1 മാസം എല്ലാവരും സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങൾ സമ്മാനിച്ച് അരവിന്ദേട്ടൻ വീണ്ടും ഗൾഫിലേക്ക് മടങ്ങിപ്പോകും. വീണ്ടും ഈ വീട് ഉറങ്ങിപ്പോകും. അവരുടെയും വേദന മനസ്സിലൊതുക്കി അരവിന്ദേട്ടനെ യാത്രയാക്കും എന്ന് നമ്മുടെ ശാരദ പറയാണ്. ഇപ്പം എനിക്കങ്ങനെ കാത്തിരിക്കാൻ ആരായി നാട്ടിലുള്ളത്? ആരുമില്ല. എൻ്റെ അരവിന്ദേട്ടൻ ഇനി വരത്തില്ലെന്ന് എനിക്കറിയാം. ഈ വീട്ടിൽ ഓരോ നിമിഷം നിൽക്കുമ്പോഴും മുക്കിലും മൂലയിലും ഞാൻ കാണുന്നത് എൻ്റെ അരവിന്ദേട്ടനെയാണ്. അരവിന്ദേട്ടൻ്റെ ഓർമ്മയിൽ നീറി നീറി ഞാൻ ഇങ്ങനെ ജീവിക്കും. ഇവിടെയുള്ള ഓരോ നിമിഷവും ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിച്ചാലോ എന്ന് ശാരദ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. എവിടെയാണ് ആണെങ്കിലും നമ്മുടെ അച്ഛൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും മക്കളെ എന്ന് പറയാം. അപ്പം അമ്മ ഇത്ര ഇമോഷണൽ ആയിട്ട് സംസാരിച്ച് ആരും കണ്ടിട്ടില്ല. പെട്ടെന്ന് യമുനയ്ക്കും വല്ലാതായി പോവാ. താനിങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണല്ലോ അമ്മ ഇപ്പം ഇത്രയധികം വേദനയോട് കൂടി സംസാരിച്ചത് എന്ന് പറയണേ. ഇതേ സമയം നമ്മുടെ ജയബാലൻ്റെ വീട്ടിൽ കല്യാണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. വിളിച്ച ബന്ധുക്കൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ജയബാലൻ ഓരോ നിമിഷവും രാഗിണിയുടെ സന്തോഷത്തിൽ നോക്കി നിൽക്കാണ്. തൻ്റെ മകള് സുന്ദരിയായി ഒരുങ്ങി എല്ലാവരുടെയും ഇടയിലൂടെ ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടക്കുന്ന കാഴ്ച ജയബാലന്റെ മനസ്സിന് അത്രയേറെ സന്തോഷം നൽകുന്ന ഒന്നാണ് കേട്ടോ. അങ്ങനെ വരുന്ന ഓരോ അതിഥികളെയും പ്രവീണയും ജയബാലനും കൂടി മര്യാദയോടുകൂടി തന്നെ ക്ഷണിച്ച് അകത്തിരുത്തുന്നതും രാഗിണിയെ പരിചയപ്പെടുത്തുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം നിവിനാണെങ്കിൽ വീട്ടിൽ കല്യാണം എങ്ങനെ മുടക്കാം എന്നുള്ള ആ കാര്യം ആലോചിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ കാവേരിയൊക്കെ ഈ നാട്ടിൽ നിന്ന് പോവുകയാണെന്നുള്ള വാർത്ത നിവിനെ സംബന്ധിച്ച് അത്രയധികം തകർക്കുന്ന ഒന്നാണ്. കാവേരിയൊക്കെ ഇവിടുന്ന് പോയാൽ ഇനി തനിക്ക് ഒരിക്കലും തൻ്റെ പ്രണയം കാവേരിയോട് പറയാനായിട്ട് സാധിക്കില്ല. അവളോട് ഉറപ്പായിട്ടും ഇക്കാര്യം എന്താ പറയണം എന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേരാം. എൻ്റെ മനസ്സ് എന്താണെന്ന് അറിയാതെ കാവേരി ഇവിടുന്ന് പോയാൽ എനിക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല. അങ്ങനെ കാവേരിയെ ഫോൺ വിളിക്കാം. എന്താ നിവിൻ ഈ സമയത്ത് ഒരു ഫോൺ കോൾ എന്ന് അപ്പോൾ കാവേരി ചോദിക്കാം. എനിക്ക് കാവേരിയോടൊന്ന് സംസാരിക്കണമായിരുന്നു. കാവേരിക്ക് പുറത്തോട്ടൊന്ന് വരാൻ പറ്റുമോ? ഞങ്ങൾ നാളെ ഈ നാട്ടിൽ നിന്ന് പോവുക. സാധനങ്ങളൊക്കെ പായ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് കാവേരിയുടെ വീട്ടിലേക്ക് വരാനായിട്ട് സാധിക്കില്ലല്ലോ, അതുകൊണ്ടാ എന്ന് അപ്പം നിവിൻ പറയും. നിവിൻ എന്നോട് ഇങ്ങനെ ബെഗ് ചെയ്യൊന്നും വേണ്ട, ഞാൻ വരാം. എവിടേക്കാ വരിക? നിവിൻ്റെ വീട്ടിലോട്ട് വരാൻ എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് കാവേരി പറയാണ്. നമ്മുടെ നാട്ടിലെ അമ്പലമില്ലേ, മുത്തപ്പൻ്റെ അമ്പലം, താൻ അവിടേക്ക് വന്നാൽ മതി, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറയാം. ശരി, ഞാൻ വരാം എന്ന് കാവേരി നിവിന് വാക്ക് കൊടുക്കാണ് കേട്ടോ. അങ്ങനെ നിവിനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് കാവേരി ഒരുങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കാവേരിയോട് തൻ്റെ മനസ്സിലുള്ള സകലതും പറയാനായിട്ട് നിവിനും തീരുമാനിച്ചിരിക്കുക. അപ്പം ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പം എല്ലാവർക്കും